അപ്പോൾ യാദൃച്ഛികതയുടെ തെറ്റിദ്ധരിക്കപ്പെട്ട ഇഷ്ടിക കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതല്ല ഈ ലോകം അല്ലെങ്കിൽ വിശ്വം. വെറും ഒരു അന്ധദേവതയല്ല മനുഷ്യൻ്റെ വിധിയുടെ കൽപ്പിതങ്ങൾ നിർണ്ണയിക്കുന്നത്. തികച്ചും ബോധ സ്വരൂപമായ ഒരു ശക്തി തന്നെയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് മഹർഷി അരബിന്ദോ തൻ്റെ വിഖ്യാതമായ സാവിത്രി എന്ന കൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൾ ഗുസ്താവ് യുങ്ങിൻ്റെ ഒരു പരാമർശം കൂടി ഞാനിവിടെ കൂട്ടി വായിക്കുന്നുണ്ട്. തനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ തനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒന്നിനെ അംഗീകരിക്കാൻ ശാസ്ത്രലോകം തയ്യാറായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ഇന്ന് കാലം മാറി വരുന്നു. ഇന്ന് ശാസ്ത്രം അവരുടെ ഏറ്റവും വലിയ ഈ തലക്കനം മാറ്റിവെച്ചിട്ട് വിനീത വിധേയരായി ഭാരതീയ വേദാന്തത്തിലേക്ക് നോക്കിക്കാണുന്നു. നമഃ ശിവായ. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ ബോധ തലത്തിലേക്ക് അവർ എത്തി നോക്കിയിരിക്കുന്നു. ഇത് ഏറ്റവും ശുഭോദർക്കമായ ഒരു തുടക്കമാണ് എന്ന് പറയാം. അപ്പോൾ എപ്രകാരത്തിലാണ് ആധുനിക ശാസ്ത്രം ഭാരതീയ വേദാന്തവുമായിട്ട് കൈകോർക്കുന്നത്? അതിൻ്റെ വ്യത്യസ്തമായ വഴികൾ എന്തൊക്കെയാണ്? നമ്മളുടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥാവിശേഷങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ശരിക്കും ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ 1000ഓളം വീഡിയോകൾ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഒരു കരയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഘു എത്തിയിട്ടില്ല. ആ ഒരു സന്ദേഹം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജിജ്ഞാസ തന്നെയാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പകർന്നു തരാൻ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. ഞാനെന്ന് പറയുന്നില്ല, നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ആ നാൾവഴിയിൽ വീണ്ടും മറ്റൊരു ഗുരുഭൂതനുമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സെഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇന്ന് വീണ്ടും അദ്ദേഹവുമായിട്ട് ഇവിടെ സന്ധിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്തേ. നമസ്തേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ആളുകൾക്കൊരു വലിയ സംശയമുണ്ട്. ഇപ്പോൾ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് മാത്രമാണ് സത്യം. അപ്പോൾ ഭൂതകാലം പോയി കഴിഞ്ഞു, വരാനുള്ളതിനി വരും എന്ന് നമ്മൾക്ക് വന്നേക്കാം എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ ഒരു നിമിഷത്തിനെ സത്യമാക്കുന്ന അങ്ങായിട്ട് ഇരുത്തുന്നതും എന്നെ ഞാനായിട്ട് ഇരുത്തുന്നതുമായ ഒരു നമുക്ക് തന്നെ ഒരു പ്രഹേളിക എന്ന് വിളിക്കാനേ പറ്റുള്ളൂ. കാരണം നമുക്ക് കംപ്ലീറ്റ്ലി അത് അറിയില്ല എന്നുള്ളതാണ് സാധാരണ മനുഷ്യരുടേതായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എപ്രകാരത്തിലാണ് ഈ പറയുന്ന ഒരു ഭൗതികത ആത്മീയതയുമായിട്ട് കണക്റ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നേർത്ത വരമ്പ് ഏതാണെന്നുള്ളതാണ് എൻ്റെ ആദ്യ ചോദ്യം. ഈ ഭൗതികതയും ആത്മീയതയും എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഗുരുക്കന്മാർ വിദ്യയും അവിദ്യയും എന്ന് പറഞ്ഞത്. അതെ, നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിനെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു. എന്നാൽ ഗുരുക്കന്മാർ വളരെ പണ്ടേ അങ്ങനെ ചിന്തിച്ചിട്ട് എങ്ങും എത്തിയില്ല എന്നവർക്ക് മനസ്സിലായി. ഈ ഡോക്ടർ BM ഹെഗ്ഡെ, അദ്ദേഹം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആധുനിക ഡോക്ടർ ആണെങ്കിലും അദ്ദേഹം പാരമ്പര്യവുമായി വളരെ സമരസപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോടൊരു ചോദ്യം ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് മൈൻഡ്? അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, നെവർ മൈൻഡ്. അത്രേ അറിയൂ, അത്രേ നമുക്ക് പറയാൻ കഴിയും. ഇത് തന്നെയാണ് പതഞ്ജലി മഹർഷി അധ യോഗ അനുശാസനം എന്ന് പറഞ്ഞത്. ഞാൻ യോഗ എന്തെന്ന് പറയുന്നു എന്നല്ല, അനുശാസനം എന്നാണ്. അനുശാസനം എന്ന വാക്കിന്റെ അർത്ഥം അൺക്വസ്റ്റ്യനബിൾ കമാൻഡ് എന്നാണ്. അല്ലെങ്കിൽ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വിശദീകരിക്കുന്നു. പക്ഷെ അനുശാസനം മഹാഭാരതത്തിലുമുണ്ട്, അനുശാസന പർവം. അവിടെ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കണ്ട, അതങ്ങ് കേട്ടാൽ മതി എന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന സുപ്രീം കോർട്ട് വെർഡിക്റ്റ് ആണ്. അതിനപ്പുറത്തേക്ക് ഇനി വേറെ ചർച്ച വേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹം പറയുന്നു, അധ യോഗാനുശാസനം, യോഗ എന്തെന്ന് ഞാൻ അനുശാസിക്കുന്നു. ചിത്തവൃത്തി നിരോധ യോഗ. അപ്പോൾ നിങ്ങളുടെ അവിദ്യയ്ക്ക് കാരണമാകുന്ന ഭൗതിക ലോകത്തെ സജീവമാക്കുന്ന മനസ്സിനെ നിരോധിക്കുക. അതിനപ്പുറത്തേക്കാണ് സത്യം നിൽക്കുന്നത്. ആ സത്യത്തെ, വിദ്യയെ അറിയണമെങ്കിൽ അവിദ്യയിൽ നിന്നും നാം പുറത്തു കിടക്കണം. ഇപ്പോൾ പണ്ടൊരു സമയത്ത് ഒരുപക്ഷെ മതമെന്നോ ശാസ്ത്രമെന്നോ ആൾക്കാർ ധരിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്നാണ്. അതിലും തർക്കങ്ങളുണ്ട്. ഭാരതീയ
ഗുരുക്കന്മാർ ഭൂഗോളം എന്നല്ലേ വിളിച്ചത്. എന്നാൽ പിന്നെ ഇടയ്ക്ക് വന്ന എന്താണ് വിശ്വാസികളാണ് ഇതിനെ പരന്ന് എന്നൊക്കെ വിളിച്ചത്. ചർച്ചകൾ പലതുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ വിഷയം ഇപ്പോഴും നമ്മൾ സംഗതി വരുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പരന്നതാണ്. എന്നാൽ ഭൂമിയിൽ നിന്നും മാറി അകന്ന് നോക്കുമ്പോൾ ഇത് ഗോളമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിൽക്കുന്ന സ്ഥലം, കണ്ണിൻ്റെ പൊസിഷൻ, ഇതിലാണ് കാഴ്ച മാറുന്നത്. അപ്പോൾ ഇപ്പോൾ പരന്നതെന്ന് തോന്നുന്നത് ഇവിടെ നിന്ന് മാറി നോക്കുമ്പോൾ ഉരുണ്ടതെന്ന് തോന്നും. ഇനി അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞാൽ ഇത് ഇല്ലാന്നും തോന്നും. അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയ മാറ്ററിനെ ഇൻഫിനിറ്റ്ലി സൂം ഇൻ ചെയ്ത് നോക്കും. ഒരു പിന്നെ പിക്ചറിനെ തന്നെ ഇങ്ങനെ കണ്ണിനടുത്തേക്ക് അടുക്കി കൊണ്ടുവന്നാൽ കുറച്ച് കഴിയുമ്പോൾ പിക്ചർ ഇല്ലാതാവും. അവിടെ ചില ബിന്ദുക്കളാവും. അതും മാറി അത് വീണ്ടും സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചില ചലനങ്ങൾ മാത്രം കാണും. പിന്നെ ഒന്നും കണ്ടില്ല എന്നിരിക്കും. അപ്പോൾ ഇവിടെ ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ തലച്ചോറിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതിലാണ്. അപ്പം മാറ്റർ, മോളിക്യൂൾ, തന്മാത്രകളിലൂടെ സൃഷ്ടിക്കപ്പെട്ട സർവ്വതും അവിദ്യയും, എന്നാൽ രൂപത്തിന്, നാമരൂപങ്ങൾക്ക് അതീതമായ ഊർജത്തെ സത്യവും അല്ലെങ്കിൽ വിദ്യയും എന്ന് വിളിച്ചു. ഈ വിദ്യയെ അറിയാത്തിടത്തോളം കാലം നമുക്ക് ഈ ഭൗതിക ലോകത്തിലെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടില്ല. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ, അല്ലെങ്കിൽ എല്ലാ ഗുരുക്കന്മാരുടെയും ആശയത്തെയാണ് ക്രോഡീകരിച്ച് പതഞ്ജലി രേഖപ്പെടുത്തിയത്. നിങ്ങൾ ചിത്തത്തെ, നിങ്ങളുടെ മനസ്സിനെ നിരോധിക്കുക. അപ്പോൾ ആ മനസ്സിന് അതീതമായ, മനസ്സ് സൃഷ്ടിക്കുന്നതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ആ മനസ്സിനെയാണ് നാം നിരോധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ മനസ്സിനപ്പുറം നിൽക്കുന്ന, മനസ്സെന്തിൽ നിന്നാണോ ഉണ്ടായത് അത് നമുക്ക് അനുഭവപ്പെടും. പക്ഷെ അത് പറയാൻ കഴിയില്ല. കാരണം പറയണമെങ്കിൽ അത് മനസ്സിൻ്റെ മാധ്യമത്തിലൂടെയല്ലേ പറയാൻ കഴിയും. മാധ്യമത്തിലൂടെ പറയുന്നതെല്ലാം മോളിക്കുലർ സയൻസാണ്. മോളിക്കുലർ സയൻസിന് പരിമിതികളുണ്ട്. മോഡേൺ സയൻസ് ഇപ്പോൾ അവിടെ എത്തി നിൽക്കുന്നു. അൺസർട്ടനിറ്റി തിയറി, ഒന്നും ഒരു സ്ഥിരതയുള്ളതല്ല, ഇതെന്തോ ഒക്കെ ഒരു മായയിൽ കിടക്കുന്നു. ആ മായയെ തന്നെ ഇപ്പോൾ ഒരു മിത്ത് എന്ന് വിളിച്ചത്. നമ്മുടെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ആ മിഥ്യയാണ് ഇന്ന് ഇംഗ്ലീഷിൽ മിത്ത് എന്ന് വിളിക്കുന്നത്. അതിൽ നിന്ന് മിഥോളജി ഉണ്ടായി എന്ന് പറയാം. നൗ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മിഥോളജി ആൻഡ് സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ സ്പിരിച്വൽ സയൻസ്. കാരണം ആധുനിക ശാസ്ത്രവും ഈ മിത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിനവർ വിളിച്ചത് അൺസർട്ടനിറ്റി എന്ന് വിളിച്ചത്. ഒന്നും സ്ഥിരമല്ല. അപ്പം നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി വേണമെങ്കിൽ ഒരു മാർഗമേ ഉള്ളൂ. കാട് കയറി ചിന്തിക്കാതെ ചിന്തകളെ തന്നിലേക്ക് ഒതുക്കി അവിദ്യാസ്വരൂപമായ അറിവിൽ നിന്ന് വിദ്യാസ്വരൂപമായ ആനന്ദത്തിലേക്ക്, അനുഭവത്തിലേക്ക്. ഭൗതികമായി നമ്മളെല്ലാം കിട്ടുന്നത് അറിവാണ്. അതിൽ ആനന്ദമില്ല, അത് വ്യാഖ്യാനമാണ്. അതിൽ വ്യാഖ്യാന പിശകും ഉണ്ടാകാം. എന്നാൽ ആ അറിവിനപ്പുറത്തേക്ക്, അതാണ് നാരായണ ഗുരു ആത്മോപദേശ ശതകം എഴുതുമ്പോൾ, അതായത് അദ്ദേഹം ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഒരാൾ വന്ന് പറയും, സ്വാമി എനിക്ക് കുഞ്ഞ് സുബ്രഹ്മണ്യനാണ് ഇഷ്ടം. സുബ്രഹ്മണ്യ സ്തവം എഴുതി കൊടുക്കും, കൊണ്ടുപോയി വായിച്ചു. ചിലർ പറയും എനിക്ക് മഹാകാളി, എന്നാൽ ഭദ്രകാളി അഷ്ടകം. അത്രയും കാഠിന്യം എനിക്ക് വേണ്ട, സൗമ്യമായ അമ്മ ശാരദാഷ്ടകം. ഇതൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും എഴുതി കൊടുക്കും. പക്ഷേ ഡോക്ടർ പൽപ്പു, ഈ കുമാരനാശാൻ പോലെയുള്ള ബുദ്ധിരാക്ഷസന്മാരുണ്ട്. അവര് സ്വാമിയോടൊന്ന് പറഞ്ഞു, സ്വാമി ഈ തക്കട തരകട പരിപാടിയൊന്നും നമ്മുടെ അടുത്ത് പറ്റില്ല, സത്യം പറ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എഴുതിയതാണ് ആത്മോപദേശ ശതകം. അതിൽ ദൈവമൊന്നുമില്ല, അറിവിനെ കുറിച്ച് മാത്രം. തുടങ്ങുന്നത് എങ്ങനെയാണ്? അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്ത് പുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെരെ വീണ് ഉണങ്ങി ഓതിടേണം. ഇതാണ് യഥാർത്ഥത്തിൽ വേദാന്തവും പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രവും. ഹയർ കോൺഷ്യസ്നെസ്, സെസേഷൻ, ഒബ്ലിറ്ററേഷൻ ഓഫ് യുവർ ഇന്റലക്ട് ഈസ് യോഗ. ചിത്തവൃത്തി നിരോധ യോഗ എന്ന് പറഞ്ഞത് തന്നെയാണ് അറിവിലും ഏറി അറിഞ്ഞ, നിങ്ങൾ ഇന്ദ്രിയം കൊണ്ട് അറിയുന്ന, കണ്ടും കേട്ടും മണത്തും രുചിച്ചും അറിയുന്ന അറിവിനും അപ്പുറത്തേക്കൊരു അറിവ് ആനന്ദമായി നിൽപ്പുണ്ട്. അതറിയണമെങ്കിൽ എന്ത് വേണം? കണ്ണുകൾ അഞ്ചും ഉള്ളടക്കാൻ. പുറത്തോട്ട് നോക്കുന്ന കണ്ണിനെ അകത്തി തിരിക്കുക, പുറത്തോട്ട് കേൾക്കുന്ന ചെവിയെ അകത്തി തിരിക്കുക. ഇതിനെയാണ്
യോഗസൂത്രത്തിലെ വിഡ്രാവൽ ഓഫ് മൈൻഡ്, പ്രത്യാഹാരം. അതെ അതെ അതെ. ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് എടുക്കണം. അങ്ങനെ ഇന്ദ്രിയങ്ങളെ തന്നിലേക്ക് തിരിക്കുമ്പോൾ ഒരു അറിവുണ്ടാകും. അതാണ് തിരിച്ചറിവ്, ധാരണ എന്ന് പറയുന്നത് അല്ലേ? ധാരണ. അകത്തേക്ക് എടുത്ത അറിവിന് എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എവിടെയെങ്കിലും ഉറപ്പിക്കണ്ടേ, ധരിപ്പിക്കണം. അതാണ് ധാരണ. അങ്ങനെ ധാരണ വിലക്കുമ്പോൾ ധ്യാനം സംഭവിക്കും. ധീ ന എന്നാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരിക്കലല്ല, ബുദ്ധിയുടെ അപ്പുറത്തേക്ക് പോവുകയാണ്. ധീ ന. എനിക്ക് ബുദ്ധിയല്ല വേണ്ടത്, ബുദ്ധിക്ക് അപ്പുറത്ത് നിൽക്കുന്ന സത്യത്തെ വേണം. അതാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ല. ഇപ്പൊ ജനിച്ച് വീണൊരു കുട്ടി, അല്ലെങ്കിൽ 1 മാസം 1.5 മാസം 2 മാസം പ്രായമായ കുട്ടി വെറുതെയൊക്കെ ഇങ്ങനെ ചിരിക്കും. എന്തുകൊണ്ടാ? അതിന് ബുദ്ധിയില്ല, പക്ഷെ അതിന് അറിവുണ്ട്. ആനന്ദമായ സത്യത്തെ അതറിയുന്നുണ്ട്. അതിൻ്റെ ബുദ്ധി വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് ഇന്ദ്രിയാത്മകമായ അറിവ് വരികയും ആത്മീയമായ അറിവ് കുറഞ്ഞു വരികയും ചെയ്യും. അതുകൊണ്ടാണ് എല്ലാവർക്കും കുഞ്ഞുങ്ങളോടൊരു ഇഷ്ടം. അവരുടെ വൈബ്രേഷൻ ഉണ്ടല്ലോ, അത് ആനന്ദമാണ്, അത് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് കുഞ്ഞുങ്ങൾ ഈശ്വര സമാനമാണ് എന്ന് ബൈബിളിലും പറയുന്നല്ലോ, ശിശു സഹജമായവർക്ക് മാത്രമേ സ്വർഗലോകം പ്രാപ്തിയുള്ളൂ. ആ സ്വർഗലോകത്താണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അവിടെ സ്വർഗം എന്ന വാക്ക് മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ നിന്നെടുത്തത് അല്ല, സംസ്കൃതത്തിൽ നിന്നെടുത്താണ്. സ്വർഗം എന്ന വാക്കിന്റെ അർത്ഥം പറയുമ്പോൾ സ്വമിൽ ഗമിക്കുന്നവനാണ് സ്വർഗം. സ്വം എന്ന് വെച്ചാൽ ആത്മാവ്, അതിൽ ഗമിക്കുക എന്ന് വെച്ചാൽ അതിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക. ഗഗനചാരി ആകാശം പോകുന്നില്ലേ. അപ്പൊ ഇവിടെ ഇതെല്ലാം പറയുന്നത് അറിവിലും ഏറിയ അറിവിലേക്ക് പോകാൻ. അപ്പോൾ നാരായണ ഗുരു പറഞ്ഞതും പതഞ്ജലി പറയുന്നതും ഇപ്പോൾ മോഡേൺ സയൻസ് പറയുന്നതും എല്ലാം ഒന്ന് തന്നെ. പക്ഷെ കേൾക്കുകയും വായിക്കുകയും ചെയ്താൽ നമ്മൾ എങ്ങും എത്തൂല. കാരണം അവരും പറഞ്ഞത് നീ കേൾക്കുകയും വേണ്ട, വായിക്കുകയും വേണ്ട, ഇന്ദ്രിയങ്ങൾ 5 ഉള്ളടക്കാനാണ് പറഞ്ഞത്. ഗോ ബിയോണ്ട് യുവർ ഇന്റലക്ട്. തെരുതെരെ വീണ് വണങ്ങി ഓതാനാണ് ഗുരു പറഞ്ഞത്. ഇടതടവില്ലാതെ ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള ആത്മീയമായ അറിവ്, അതീന്ദ്രിയമായ ബോധം ഉണർന്നു വരും. ആ ബോധത്തെയാണ് കോസ്മിക് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. യു ആർ വാട്ട് യു നോ. നിങ്ങൾ എന്തറിയുന്നോ അതാണ് നിങ്ങൾ. ഇന്ന് നിങ്ങൾ വായിച്ചും കേട്ടും അറിയുന്ന ലോകത്തിന്റെ ആധിയും വ്യാധിയും നിങ്ങളിൽ ആധിയും വ്യാധിയുമായി നിലനിൽക്കുന്നത് ലോകത്തിന്റെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണ്. അപ്പോൾ ആ ആധിയും വ്യാധിക്കും പകരം നിങ്ങൾ ആനന്ദത്തെയും അഖണ്ഡതയെയും റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ആ ബോധം നിങ്ങളുടെ അഖണ്ഡമായ ആനന്ദത്തിൽ ഉറച്ചു നിൽക്കും. അതാണ് ഈ 100 ശ്ലോകങ്ങൾ പറയും. 100ാമത്തെ ശ്ലോകം ഗുരു പറയുന്നത് എന്താണ്? അറിവിലുമേറിയ അറിവിലേക്ക് ഇന്ദ്രിയങ്ങൾ 5 ഉള്ളടക്കം പറഞ്ഞിട്ട് സാധകനെ അല്ലെങ്കിൽ ആ ശിഷ്യനെ പതുക്കെ കൈപിടിച്ച് കൊണ്ടുപോയി എത്തിക്കുന്ന എവിടെയാണ്? സത് അസത് ഇത് പ്രതിപത്തി അറ്റ്. സത് ഓം ഇത് മൃദുവായി മൃദുവായി അമർന്നിഴയണം. സ്വാത്മാരാമൻ നാദാനുസന്ധാനകമേകമേവ അന്യാമഹേ മാന്യതമം ലയാന. അപ്പോൾ സ്വാത്മാരാമനിലേക്ക് എത്തി. പതഞ്ജലി തുടങ്ങി സ്വാത്മാരാമനിൽ കൊണ്ട് കൃത്യമായിട്ട് പറയുന്നു, എവരിതിങ് ഈസ് ഇവോൾഡ് ഫ്രം ദി സൗണ്ട്, നാദ ബ്രഹ്മം. ആ നാദബ്രഹ്മത്തിൽ മൃദുവായി മൃദുവായി അമരണം. അതിനുള്ള വിദ്യയാണ് ആ ഇടയ്ക്കുള്ള എല്ലാ ശ്ലോകങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേദാന്തവും ആധുനിക ശാസ്ത്രവും പൗരാണികമായിട്ടുള്ള ഗുരുക്കന്മാരുടെ കൺക്ലൂഷനും എല്ലാം കൂടി ചേർത്ത് അത് പറഞ്ഞിരിക്കുന്നു. ഇത് വായിക്കുമ്പോഴും ഇതിൻ്റെ സാങ്കേതികതകൾ അറിയാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോഴും ധ്യാനത്തിനപ്പുറം വിശകലനത്തിലേക്ക് വീണ്ടും മനസ്സ് പോകുമ്പോൾ നമ്മൾ എങ്ങെത്തും? എങ്ങും എത്തൂല. വീണ്ടും എണിയാലൊടുങ്ങാത്ത വഴികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കും. ആ വഴികളെല്ലാം വന്നടങ്ങുന്നത് തന്നിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അവിദ്യയിൽ നിന്ന്, അവിദ്യ എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് അല്ല, ഭൗതിക ബോധത്തിൽ നിന്ന് അതീന്ദ്രിയാവസ്ഥയിലേക്ക്, അതിഭൗതിക ബോധത്തിലേക്ക് നാം ഒരു ഷിഫ്റ്റ് കണ്ടെത്തണം. അതിനെയാണ് അകവും പുറവും എന്ന് പറയുന്നത്. ഈ ഇതിൽ നമുക്ക് സിദ്ധമാർഗത്തില് മുന്നൂല് പിന്നൂല് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രമുണ്ട്. മുന്നൂല് മുന്നിൽ കാണുന്നത്, പിന്നൂല് നമ്മുടെ പുറകിൽ നിൽക്കുന്നത് ഫണ്ടമെന്റൽ റിയാലിറ്റി. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ജീവിതം സന്തോഷപൂർണമാകുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ആധുനികമായിട്ടുള്ള ആ അറിവ് എപ്പോഴും അഹങ്കാരത്തിലേക്കും ആകുലതകളിലേക്കും കൊണ്ടുപോകും.